ഹലോ ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, ബോർസ് അറ്റോമിക് തിയറി അനുസരിച്ചിട്ട് ഒരു ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ഓർബിറ്റിലൂടെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എനർജി, അതുപോലെ വെലോസിറ്റി, റേഡിയസ് ഒക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോവാണ്, ഒരു ആറ്റത്തിനെ കൺസിഡർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ ന്യൂക്ലിയസിന് ഞാൻ ഇതങ്ങനെ ഒരു പ്ലസ് സിമ്പിൾ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസിനെ ഞാനിങ്ങനെ ഇ മൈനസ് എന്ന രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഇ മൈനസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സർക്കുലാർ ഓർബിറ്റിലൂടെയാണ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എവേ ഫ്രം ദി ന്യൂക്ലിയസ് ആയിരിക്കും. ആ ഡിസ്റ്റൻസ് നമുക്ക് എന്തെന്ന് പറയാം, ആ ഒരു ഓർബിറ്റിൻ്റെ റേഡിയസ് ആണെന്ന് പറയാം. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ആർ കൊണ്ട് അതിനെന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി ഈ ഇലക്ട്രോൺ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ വെലോസിറ്റീനെ ഞാനിങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഞാൻ വി എന്ന് സിംബോളിക്കായിട്ടും കൂടെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ന്യൂക്ലിയസ്, ഏതെങ്കിലും ഒരു ആറ്റം, പൊതുവെ ബോർ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിനോ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യുക, ഈ ഒരു ന്യൂക്ലിയസിലുള്ള എമൗണ്ട് ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എങ്ങനെ നമ്മൾ പറയുക, ചാർജ് present in the nucleus is equal to എത്ര വരും, അറ്റോമിക് നമ്പർ എത്രയാണോ അത്രയും പ്രോട്ടോൺസ് ഉണ്ടാവും എന്നല്ലേ പറയുക. അപ്പോൾ ആ പ്രോട്ടോൺസിന്റെ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിന്റെ ചാർജിന് ഈക്വലന്റ് അല്ലേ, പോസിറ്റീവ് ചാർജ് ഇട്ട് കൊടുത്താൽ മതി. therefore നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പോസിറ്റീവ് z ഇൻറ്റു ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. z എന്താണ്, അറ്റോമിക് നമ്പർ. ഓക്കെ, അറ്റോമിക് നമ്പർ. ഇ എന്താണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ. ഇപ്പോൾ ചാർജ് ഓഫ് ഇലക്ട്രോൺ നമ്മൾ എന്താണ് എടുക്കാറുള്ളത്, നെഗറ്റീവ് ആയിട്ടാണ് എടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ന്യൂക്ലിയസിൻ്റെ കേസ് കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ഏത് ചാർജ് എടുക്കണം, പോസിറ്റീവ് ചാർജ് ആണ് എടുക്കേണ്ടത്, ബിക്കോസ് പ്രോട്ടോൺസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോണിന് ഇവിടേക്ക് ഇങ്ങനെ, ഇത് സർക്കുലാർ മോഷനിലാണല്ലോ. അപ്പോൾ ഈ സർക്കുലാർ മോഷനിലുള്ള ഈ ഇലക്ട്രോണിനെ സെൻറ്ററിലേക്ക് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഓക്കെ, സർക്കുലാർ മോഷനിലുള്ള ഒരു ഒബ്ജക്റ്റിനെ സെൻറ്ററിലേക്ക് പിടിച്ചു നിർത്തുന്നത് എന്താണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ഈ ഇലക്ട്രോൺ കറങ്ങുന്ന ഓരോ നിമിഷവും അതിന് എന്ത് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, പുറത്തോട്ട് എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. നമ്മളൊരു കയറ് കല്ലിൽ കെട്ടിയിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ കയറാണ് കല്ലിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അതേത് ഫോഴ്സാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇനി ഈ ഇലക്ട്രോണിന് പുറത്തേക്ക് നമ്മൾ ആ കയറ് വിട്ട് കഴിഞ്ഞാൽ തെറിച്ചു പോലെ ടാൻജൻഷ്യലായിട്ട്, അപ്പോൾ ആ ഫോഴ്സിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം നമുക്ക് അതിനുള്ള ഇക്വേഷൻസ് ഓൾറെഡി ഉണ്ട്. ഇപ്പം നമ്മളെങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്, സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഇപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, ഇതാണ് ഇലക്ട്രോണിനെ ന്യൂക്ലിയസിലേക്ക് പിടിച്ചു നിർത്തുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു എത്രയെന്ന് വരും, നമുക്ക് ഓൾറെഡി ഉള്ള ഇക്വേഷനാണ് z² r സ്ക്വയർ എന്നത്. ഓക്കെ, ഇതിലേതൊക്കെയാണ് ടേംസ്, z എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ ആണ്, ഇ എന്ന് പറയുന്നത് എന്താണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, അതേപോലെ r² എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ദാറ്റ് പെർട്ടിക്കുലർ ഓർബിറ്റ്. ഓക്കെ, ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അല്ലേ. സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ്, അതാണ് ഇലക്ട്രോണിനെ പുറത്തേക്ക് പുറത്തേക്ക് തെറിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉള്ള ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ, mv²r ആണ്. ഇത് നമ്മൾ ഓൾറെഡി ഡിറൈവ് ചെയ്ത് വെച്ച ഇക്വേഷൻസ് ആണ്. ഒന്ന് സെൻട്രിപെറ്റൽ ഫോഴ്സ്, ദാറ്റ് ഈസ് z²r². രണ്ടാമത്തത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ്, ദാറ്റ് ഈസ് mv²r. ഇതിൽ m മാസ് ഓഫ് ദാറ്റ് ഇലക്ട്രോൺ, v വെലോസിറ്റി ഓഫ് ദാറ്റ് ഇലക്ട്രോൺ, r എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ദി ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ഇങ്ങനെ ന്യൂക്ലിയസിന്റെ ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറിച്ചു പോകുന്നുമില്ല, ന്യൂക്ലിയസിലേക്ക് വന്ന് വീഴുന്നുമില്ല, ഇല്ലല്ലോ. അപ്പം അതിൻ്റെ മീനിങ് എന്താണ്, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സും ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും തമ്മിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് എങ്ങനെ ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന്റെ ചുറ്റും റിവോൾവ് ചെയ്യുന്നത് എന്നാണ് അല്ലേ. അപ്പോൾ ഒരു നോർമൽ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, ബാലൻസ്ഡ് കണ്ടീഷനിൽ ഇലക്ട്രോൺ ഒന്നും ചെയ്യുന്നില്ല, റൊട്ടേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ, എവിടേക്കും തെറിച്ചു പോകുന്നുമില്ല, ന്യൂക്ലിയസിലേക്ക് വന്നിട്ട് ഫോൾ ചെയ്യുന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, z²r² is equal to എന്തെന്ന് എഴുതാം, mv²r എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഫർദർ ഇക്വേഷൻ എന്താ പറയുക, റീഅറേഞ്ച് ചെയ്തിട്ടൊക്കെ ഡിറൈവ് ചെയ്യാണ് ചെയ്യുക.
ഓക്കെ, അപ്പം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആദ്യം വെലോസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എങ്ങനെ, ഈ ആർ ഇപ്പുറത്തേക്ക് പോവും, എം താഴോട്ടേക്കും വരും. ദാറ്റ് ഈസ് സെഡ് ഇ സ്ക്വയർ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ എന്തെന്ന് വരും? എം ആർ സ്ക്വയർ എന്ന് വരും. അപ്പം നമുക്ക് ആറും ആറും കോമൺ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്ത് പോവും. ദാറ്റ് ഈസ് സെഡ് ഇ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം ആർ എന്ന് കിട്ടും. ഓക്കെ, ഈ ഇക്വേഷൻ ഇവിടെ നിൽക്കട്ടെ. എന്താണ്? വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബോർ തിയറിന്റെ ഒരു പോസ്റ്റുലേറ്റ് ഡിസ്കസ് ചെയ്യാം. ഏതാണത്? ഓർബിറ്റ്സ്, എല്ലാ ഓർബിറ്റ്സും പോസിബിൾ അല്ല. ഏത് ഓർബിറ്റ്സ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ? ആംഗുലാർ മൊമെന്റം h/2π എന്ന് പറയുന്ന ഫാക്ടറിന്റെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കേസ് മാത്രമല്ലേ പോസിബിൾ ആവുള്ളൂ. അപ്പൊ നമുക്ക് അതിനെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എം വി ആർ, ദാറ്റ് ഈസ് ആംഗുലാർ മൊമെന്റം. ഓക്കെ, എം വി ആർ ഇസ് ഈക്വൽ ടു എപ്പോഴും എന്തായിരിക്കുന്നതാണ് പറഞ്ഞത്? ഇന്റഗ്രൽ മൾട്ടിപ്പിൾ, ദാറ്റ് ഈസ് എൻ. ഇൻഡിജറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാണ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്ത്? h/2π എന്നല്ലേ ബോർ കൺസെപ്റ്റ് പറയുന്നത്. അപ്പം എം വി ആർ ഇസ് ഈക്വൽ ടു NH/2π എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി വി സ്ക്വയറിനുള്ള ഒരു ഇക്വേഷൻ മേലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ ഈ ഒരു ബോർ കൺസെപ്റ്റിലെ ഈ ഒരു പോസ്റ്റുലേറ്റിൽ നിന്ന് നമ്മളൊരു വീൻ്റെ ഇക്വേഷൻ കൂടെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ LHSഉം നേരത്തെ ഉണ്ടാക്കി വെച്ച ഇക്വേഷൻ്റെ RHSഉം ഇക്വേറ്റ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം എം വി ആർ ഇസ് ഈക്വൽ ടു NH/2π ഫ്രം ബോർ കൺസെപ്റ്റ്. സോ നമുക്ക് വെലോസിറ്റീൻ്റെ ഇക്വേഷൻ വേണ്ടിയിട്ട് ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. എങ്ങനെ വരും? വി ഇസ് ഈക്വൽ ടു NH/2π ഇൻറ്റു ഏതൊക്കെ? എം ആൻഡ് ആർ അല്ലേ? എം ആർ ഇങ്ങനെ എഴുതിക്കൂടെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? വി സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? സ്ക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എങ്ങനെ വരും? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ൻ്റെ സ്ക്വയർ 4, ദെൻ പൈ സ്ക്വയർ, ദെൻ എം സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? അപ്പം നമുക്ക് വെലോസിറ്റിക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ എന്നുള്ള ഇക്വേഷനും ഉണ്ട്. വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ കൂടെ നമ്മളെ കയ്യിലുണ്ട് ഇല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഇക്വേഷനെയും ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. സോ എങ്ങനെ എഴുതാം? സെഡ് ഇ സ്ക്വയർ ബൈ എം ആർ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? എൻ സ്ക്വയർ എച്ച് സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ സ്ക്വയർ എം സ്ക്വയർ ആർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമ്മൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണ്. നമ്മൾ എന്തിനുള്ള